ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. സത്യം പറയാൻ എന്നെ ഏൽപ്പിച്ച കാര്യം ഞങ്ങൾ ചെയ്തു മാത്രം. എന്തിനാണ് ഏതിനാണെന്നൊക്കെ അറിയണമെങ്കിൽ ആ കരുണാരക്കുറുപ്പിനോടോ ആനന്ദവല്യമ്മയോടോ ചോദിച്ചാൽ മതി. നിയമോളെ ഇടിച്ചു കൊല്ലമെന്ന ലോറിയുടെ പേര് ശരിക്കും ഓർക്കുന്നില്ല. കണ്ടാൽ ഏകദേശം അറിയാനാവും. ഇതും കൂടെ ചേർത്ത് 4ാമത്തെ ലോറി പറിക്കുന്ന സ്ഥലമാണ്. ഇവിടെയൊന്നും ആവില്ല. ഇനി ആ ലോറി പാർക്ക് ചെയ്യുന്നത് ഈ ലോറി താവളത്തിലാണെന്നും തോന്നുന്നില്ല. കൊല്ലാമെന്ന ലോറിയെക്കുറിച്ച് അന്വേഷണം ഉണ്ടാവുന്ന ഭയന്ന് ലോറി ദൂരെ എവിടേക്കെങ്കിലും മാറ്റിക്കാണും. പാവം നിയമോള്. അവളുടെ ജീവൻ ആർക്കാണ് വേണ്ടതെന്ന് മനസ്സിലാവുന്നില്ല. ചേട്ടാ, എന്താ ഇവിടെ ഇങ്ങനെ വെള്ളം എടുക്കാൻ വരുന്ന ലോറി മാത്രമാണ് പാർക്ക് ചെയ്യുന്നത്? സാധാരണ കുടിവെള്ളം എടുക്കാനുള്ള ലോറി മാത്രമേ ഇവിടെ പാർക്ക് ചെയ്യാറുള്ളൂ. എന്താ കാര്യം? അല്ല, ഞാൻ മോളെ കൊണ്ട് സ്കൂളിൽ പോകുന്ന വഴി ഒരു ലോറി അവളെ ഇടിച്ചിട്ട് കടന്നു കളഞ്ഞു. എന്നിട്ട് കുട്ടിക്ക് എന്തെങ്കിലും പറ്റിയോ? ഭാഗ്യം, രക്ഷപ്പെട്ടു. ഈശ്വരാനുഗ്രഹം. എന്നിട്ട് ആ ലോറിക്കാരനെ ഇടിച്ച് ലോറിയും പിടിച്ചോ? ഇല്ല, അന്വേഷിച്ചിറങ്ങിയതാ. കിട്ടിക്കാണില്ല അല്ലേ? അതെ. കുറച്ചു മുമ്പ് അവിടെ പച്ചപ്പച്ചായിട്ട് ഒരുത്തൻ ഒരു ലോറി കൊണ്ട് ഒതുക്കുന്നുണ്ട്. ഇതിനു മുമ്പ് അവനെ ഇവിടെ കണ്ടിട്ടില്ല. നമ്മുടെ കൂടെ ഉള്ളവരോട് ചോദിച്ചപ്പോ അവനെ അറിയേയില്ല. അവൻ വന്ന ശേഷം ആരെയൊക്കെ ഫോൺ ചെയ്തു. ഉടനെ തന്നെ രണ്ടുപേര് വരികയും ചെയ്തു. എന്നിട്ട് അവനവിടെ കുട്ടി ഇടിച്ച് കൊല്ലാൻ ശ്രമിച്ചെങ്കിൽ അവന്മാരെ വെറുതെ വിടരുത്. അല്ല, ചേട്ടൻ ഒറ്റയ്ക്കേ ഉള്ളൂ? ഇങ്ങനത്തെ അലമ്പ് പരിപാടിയൊക്കെ എനിക്ക് വലിയ ഇഷ്ടമാണ്. ചേട്ടൻ പേടിക്കണ്ട, വാ. ഇവനാണോ? അതെ, ഇവനാണ് ദിയമോളെ കൊല്ലാൻ വന്ന ലോറി ഡ്രൈവർ. എന്തിനാണ്? ആര് പറഞ്ഞിട്ടാ നീ എന്റെ ദിയമോളെ കൊല്ലാൻ നോക്കിയത്? നിക്ക്, എവിടെ പോണു? അതോ അവര് നോക്കിക്കോളൂ. എവിടെ പോണ്ട? നിക്ക്, നിങ്ങൾ എങ്ങോട്ട് പോണു? അവന്മാര് തമ്മിൽ അടിച്ച് തീകിട്ട്. ഇനി എന്നെ അടിക്കരുത്. ഞാനെല്ലാം പറയാം.
കുട്ടിയെ ഇടിച്ചു കൊല്ലാൻ ലോറിയുമായിട്ട് വന്ന നീയല്ലേ? എന്തിനാണോ നീ മോളെ കൊല്ലാൻ നോക്കിയത്? നിരപരാധിയായ ഒരു കുഞ്ഞിന്റെ ജീവൻ എടുത്തിട്ട് നിനക്കൊക്കെ എന്താണ് നേട്ടം? ആരാ നിന്നെയൊക്കെ കൊല ചെയ്യാൻ അയച്ചത്? സത്യം പറയണം, രക്ഷപ്പെട്ടു പോകുന്ന കരുതണ്ട. പറയണം, ആരാ നിങ്ങൾക്ക് കൊട്ടേഷൻ തന്നത്? ചോദിച്ചു കേട്ടില്ലേ? അഥവാ നിങ്ങളുടെ ശ്രമം പരാജയപ്പെട്ടു എന്നിരിക്കട്ടെ, അങ്ങനെ വന്നാ ജഗൻ നിങ്ങളെ തേടി വരാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ സംഭവിച്ചാൽ ഒരിക്കലും എന്റെ പേര് പറയരുത്. ദിയമോളെ കൊല്ലാൻ ഏൽപ്പിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ അത് ആനന്ദവല്ലിയെന്നോ കരുണാകരക്കുറുപ്പാണെന്നോ പറയണം. പോയോ? സത്യം പറയാൻ. എന്നെ ഏൽപ്പിച്ച കാര്യം ഞങ്ങൾ ചെയ്തു എന്ന് മാത്രം. എന്തിനാണ് ഏതിനാണെന്നൊക്കെ അറിയണമെങ്കിൽ ആ കരുണാകരക്കുറുപ്പിനോടോ ആനന്ദവല്ലിയമ്മയോടോ ചോദിച്ചാൽ മതി. എന്നെ വിട്ടേക്ക് സാറേ. അച്ഛനും അപ്പച്ചനും ചേർന്നാണ് അത് ചെയ്തത്. നിയമമുള്ള ജീവൻ എടുത്തിട്ട് അവർക്ക് എന്താ ഗുണം? എന്നോടുള്ള വൈരാഗ്യം തീർക്കാൻ അച്ഛൻ ഒരിക്കലും ഇങ്ങനെ ചെയ്യുന്നു തോന്നില്ല. പക്ഷെ വന്ദനയോടുള്ള പക തീർക്കാൻ അപ്പച്ചി ഇത് ചെയ്യും. കൊട്ടാരം